നീ എപ്പോ എപ്പോഴാണ് അണ്ണ ഒരു കാര്യം അറിഞ്ഞ ഇത്രയും ഇതുണ്ടായിരുന്നു നമ്മളെ അണ്ണ ഇവര് കല്യാണത്തിന് വിളിച്ച ആരുടെ കല്യാണത്തിന്? നമ്മളെ വിളിച്ചില്ല. ശരിക്കും ജുഗുറുവിന്റെ കല്യാണം നടന്നു? ഓ പിന്നെ ചന്ദ്രനെ ഇത് കുറച്ച് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. കുറച്ച് ഇരുന്ന് സംസാരിക്കാം. അല്ലല്ല ഇന്ന് പോണം അല്ല പോണ്ടേ അയ്യോ എന്റെ പൊന്ന് സാഗുരു, എടാ നിക്കറ ഈ മനുഷ്യ വന്ന് ഡീലർ അല്ലെ പുള്ളി ഇന്ന് തൂങ്ങും. സാഗുരു അല്ല സാഗുരു ലോറി എടുത്തത് ഞാൻ ലോറി സാഗുരു ഇല്ല സാഗുരു എടുത്തത് സംസാരിക്കണോ ഒന്ന് വന്ന് സാഗുരു. സാഗുരു എന്റെ തലയിൽ ഈ ഫാൻ പൊട്ടി വീണില്ലെങ്കിൽ ഇന്ന് ഇത് ഇനാഗുറേറ്റ് ചെയ്തിട്ടേ ഞാൻ പോത്തുള്ളൂ. ഒന്ന് മാറിക്കണേ പ്ലീസ്. ഭയങ്കര ശല്യമാവേ. പറഞ്ഞോ. നമുക്ക് എന്തായാലും ഇന്നത് ഉറപ്പായിട്ട് ചെയ്യാം. ചെറിയ ചെറിയ കുറെ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഇത്ര ഡിലേ ആയി പോയത്. ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരാം. നമ്മുടെ പരിപാടി അറിയാലോ, ഐലൻഡിലാണല്ലേ ഇന്ന്? എന്തിന്റെയാ സത്യം പറഞ്ഞ ഇനാഗുറേഷൻ? എന്തിന്റെയാ? ഇത് നമ്മള് മറ്റേ ക്ലബ് ഇന്ന് ലോഞ്ച് ചെയ്യും. അത് നിങ്ങള് മൊത്തം ടി വി അന്ന് വാസത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മള് ഐലൻഡിലാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തത്. ചന്ദ്രന്റെ ടീമാണ് ഇവന്റ് മാനേജ്മെന്റ്. അതെന്താ ചന്ദ്രന്റെ ടീമാണല്ലേ? അപ്പൊ ഇന്ന് നടക്കൂല. നാളെ ആരെങ്കിലും പുതിയ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നാളെ ഇനാഗുറേഷൻ ചെയ്യേണ്ടി വരും. എന്താ അപ്പൊ വിളിച്ചാൽ ഞങ്ങൾ എപ്പോഴാ വരേണ്ടത് വെച്ചാൽ അങ്ങോട്ട് എത്താം. ശരി ശരി ഓക്കെ. പരിപാടി ഉണ്ടോ സാഗുരു? പരിപാടി ഉണ്ടോ ഇന്ന്? പിന്നെ ഞാൻ ഇവിടെ ഇരിക്കൂല്ലേ? കണ്ണാപ്പി വന്നേ. എന്തിനാ വിളിച്ചേ? എനിക്കങ്ങനെ കൊറേ നാളായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഈ റീസെന്റ് കണ്ടാലോ. എനിക്ക് ഒരു വിഷമമില്ല, എനിക്ക് ആശ്വാസമേ ഉള്ളൂ. അയ്യേ നിനക്ക് ഫീലാക്കി എനിക്ക് എന്ത് വേണം? എടാ ചിലപ്പോ അവിടെ പ്രതിമ ഉണ്ടോ തുണിയില്ലാതെ ചരിച്ചു വെച്ചിരിക്കുന്നേ, അതേ തട്ടിയിട്ടാ ചിലപ്പോ ഞാൻ ആ പ്രതിമയോട് സോറി പറയും. പക്ഷെ നിന്നോട് അതുണ്ടാവില്ല. മനസ്സിലായ? പ്രതിമയുടെ വില പോലും ഇല്ല നിനക്ക്. മനസ്സിലായ? എനിക്ക് സുഖമാണ്, നിനക്ക് സുഖമല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ സുഖമൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. നീ എന്താ നോക്കിയത് ഇത്ര ദിവസം? ഗ്യാങ്ങിന്റെ എന്ത് കാര്യം നോക്കിയോ? ഒന്ന് പറഞ്ഞു, ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എനിക്കൊന്ന് കിട്ടിയേക്കൊള്ളാം. ആർമർ പോഷൻ, ഹെൽത്ത് പോഷൻ അതുകൊണ്ട് നിറച്ചു. അത് ബാക്കി നിറച്ചു വെച്ചെന്ന് പറഞ്ഞാ ഗ്രൈൻഡ് ചെയ്തോ? അത് പിന്നെ ആൾക്കാരെ പിടിച്ചു പറിച്ചും ഇവിടെ സാധനത്തിൽ കൊണ്ടുവന്നത് ഇവിടുന്ന് എടുത്ത് അകത്തോട്ട് വെക്കാൻ സ്റ്റെയർ കയറി അങ്ങോട്ട് കൊണ്ടുപോയത് ഭയങ്കര വലിയ കാര്യം. ഇവിടെ ഉള്ളത് പിന്നെ അടുത്തത് പിന്നെ നമുക്ക് എതിരെ ഒരു കള്ളക്കേസ് വന്നാണ് മന്ദാരം. എന്ത് കള്ളക്കേസ്? അത് ഗ്യാങ് ഹൗസിൽ നിന്നാണ് ഗണ്ണെടുത്ത് മറച്ചു വെക്കാൻ ശ്രമിച്ചത്. എനിക്ക് പോവുക ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അണ്ണാ. മന്ദാരം എടാ ഇവന്മാരെ ഗ്യാങ് ഹൗസിൽ നിന്ന് ഗണ്ണെടുത്ത് മറച്ചു വെക്കാൻ നോക്കിയായിരുന്നോ? ചെറുതായിട്ട് 7 കണ്ണ് നാട്ടുകാരെ കൂടെ തന്തയ്ക്ക് വിളിച്ചപ്പോഴാണ് തിരിച്ചു വെച്ചാണ്. അതൊക്കെ ചുമ്മാണ്. എങ്ങനെ പറ്റണടാ ഇങ്ങനെ ജീവിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ള ഈ ഗ്യാങ് ഫണ്ട് അണ്ണാ അറിയാലോ അണ്ണാ. ഈ നമ്മളീ കോളേജിലൊക്കെ പോകുന്നോണ്ടാണ്. നീ കോളേജിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇത് ഈ സംസാരം നിർത്തിയാൽ നമുക്ക് അതിൽ നിൽക്കാം. ഇപ്പൊ ഇനി നീ സംസാരിച്ചു തുടങ്ങിയാൽ ഞാൻ 20 കോടിയുടെ എക്സ്ട്രാ തരും നിനക്ക്. എന്ത് എനിക്കറിഞ്ഞോളാം നിന്റെ സിറ്റുവേഷൻ ഒന്നും. എന്ത് സിറ്റുവേഷൻ? ഒരു സിറ്റുവേഷനും ഇല്ല. കണ്ണി കൊണ്ടു തന്നാ മതി. അറിയാലോ
അണ്ണനോട് മാത്രം എനിക്ക് ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കണം. ആ അത് അത് കിടക്കത്തില്ല ഇവിടെ. വാസവണ്ണ ഒരു സിയർ തരുമോ? എന്റെ ഒരു വിഷമം ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ സെക്കൻഡ്? പെണ്ണിനെ സംസാരിക്കണ വേണ്ടാച്ചി. എടാ എനിക്ക് അണ്ണനോട് മാത്രം സംസാരിച്ചാ മതി. ഇതേനെ ഇതെന്താ എല്ലാരും വരുന്നേ? ഇപ്പൊ അണ്ണ ഇവിടെ പോലെ ഞാൻ ഞങ്ങൾക്കൊന്ന് ഒരു കാര്യം പറ. ഓ നിന്നെ ചന്തി കൊട്ടിട്ട് വെച്ചേക്കുന്നത് മാറിക്കാ. ഒരു കാര്യം പറഞ്ഞിട്ട് വരട്ടെ. ആ വാ. ബോബി തിന്നോടാ, ബോബി. അണ്ണ എനിക്കൊരു കൊച്ചിനെ ഇഷ്ടായിരുന്നു അണ്ണ. ആരെയാണാ? ഡെയ്സി എന്നാ പേരണ്ണ. ഡെയ്സി. അണ്ണ ഞാൻ ആ കൊച്ചിന്റെ പുറകെ കൊറേ കാലായി നടക്കുന്ന കൊറേ കാലായി. ആ കൊച്ചിന്റെ ഒരു 48 തവണ റിജക്ട്. ഡെയ്സി ഞാൻ ഇപ്പൊ ഈ വഴി വെച്ച് കണ്ടായിരുന്നു മോബിയുടെ കൂടെ. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ മൂവി എനിക്ക് പറഞ്ഞു മന്ദാരം എന്തിനും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഞാൻ അവളെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഡേസി മൂവി സെറ്റ് ആയി. അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ? ഞാൻ അണ്ണൻ്റെ അടുത്ത് എത്ര നേരം കൊണ്ടാ പറയാൻ നോക്കണം. അണ്ണ ഇത് എവിടെ കിടന്ന് ഓടുന്നത്? കാര്യങ്ങളൊക്കെ തിരക്കണ്ടേ ചന്ദ്ര, ഓരോരുത്തർക്കും ഓരോ പ്രശ്നം. തിരക്കി ഇത്ര നാള് ഞാൻ ഈ സഹനത്തിന്റെ സംസാരിച്ചപ്പോ ഓർമ്മയുണ്ടോ? നീ ഒരു അസ്ഥികൂടം പോലെ ഒരു പമ്പ് അവിടെ മേടിച്ചു വെച്ചേക്കുന്ന പൊലയാടി ഉണ്ടോ? നമ്മൾ മാത്രം പെട്രോൾ അടിക്കണേ. ആ പമ്പ് മേടിക്കാനുള്ള പൈസ ചോദിച്ചു വന്ന ആൾക്കാർ കടം തിരിച്ചു ചോദിച്ചു തുടങ്ങി. 12 കോടിക്ക് 100 കോടി ഞാൻ ഇപ്പൊ വിഡ്രോൾ ചെയ്തേ ഉള്ളൂ ഇന്നലെ. 100 കോടിയാ? പിന്നെ ഒരു 12 കോടി തന്നെ ഇപ്പൊ സ്പാരോടെ കടം വീട്ടിയതുള്ളൂ. 12 കോടി തന്നെ 333 ബാങ്കിൽ നിന്ന് 12 കോടി എന്നട്ടെ മന്ദാര വന്നേ നെക്ലസ്. എനിക്ക് വെച്ചപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യണ്ട? ഇവരാണ് എന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. നിന്റെ മുന്നിൽ നിന്ന് മാറ്റി വേറെ വഴിക്ക് നിർത്തി വിട്ട കുഴപ്പമുണ്ടോ? ഇപ്പൊ ഇവര് കല്യാണം കഴിക്കണം പറഞ്ഞു, അത് കൂടെ നടത്തി കൊടുക്കണം പറയുന്നത്. ഈ ഡെയ്സിയുടെ മുന്നേ ഒരു പ്രസവം എടുത്തത് ഞാനായിരുന്നു. അതറിയാണ്ട് ഡെയ്സിയുടെ പ്രസവം കഴിഞ്ഞാണോ? അതൊക്കെ ഞാൻ തന്നെയാണ്ടോ എടുത്തത്. ഇനി ആ കൊച്ചിനെ കൂടെ ഞാൻ നോക്കണ്ടേണ്ട. ഇവരും എവിടെയും പോകുമ്പോ എങ്ങനെ ഞാൻ സഹിക്കണ്ടോ ഒന്ന് ആലോചിക്കണ്ട. അവൻ കൺവിൻസ് ചെയ്യാതെ എന്റെ കൂടെ വന്നിട്ട് അവര് ആ കൊച്ചിനെ കൊണ്ട് പോയി. നിന്റെ കാര്യം അല്ലെങ്കിൽ എനിക്ക് വിഷമമുണ്ടോ? ഞാൻ 2 വർഷം പറയണത് അവൻ 2 ദിവസം പറയണം. ചിലതങ്ങനെയാണ്, കഴിവുള്ളതും കഴിവില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അതാ. ഏതോ സൗണ്ട് കേട്ടിച്ച് അണ്ണാ നമ്മള് ഇത് ചെയ്യാനാ ഇനി. ബാബുവിന്റെ ശബ്ദം കേട്ടേ? അത് ശരിയാണല്ലോ. വേറെ ഏതോടെ തന്നെ ഇവിടെ എനിക്ക് ഇപ്പൊ സിറ്റിയിൽ ആകെ എനിക്ക് വേണ്ടതിന് മാത്രമേ ഉള്ളൂ. നിനക്കില്ലേ? എനിക്ക് വേണ്ടതിന് മാത്രമേ ഉള്ളൂ സിറ്റി. കൊണ്ടല്ലോടാ ഡേസി. മോബി എന്തിയാടാ? അന്നേരം മുടിയൊക്കെ മാറ്റി എനിക്ക് സഹിക്കാൻ പറ്റില്ല ബോബി. ഇങ്ങനെ കൂടെ ഗ്യാങ്ങിൽ കളിക്കുന്ന ഒരാളെ ചെയ്യണേ. 2 വർഷത്തേക്കെന്ന് പറഞ്ഞിട്ട്. ഹലോ, ഇതാര് ബാബുവിന്റെ തമ്മിലൂടെ കേൾക്കുന്നേ? എനിക്ക് മനസ്സിലായത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് കേൾക്കുന്നത് ബാബു ചേട്ടാ എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്ത് ബഗ്ഗല്ലോ ആണോ? ഹലോ ബോബോയാണോ? ഹലോ പക്ഷെ ഇടയ്ക്ക് ബാബുസേട്ടൻ്റെ ഒച്ച കേട്ട്. ഹലോ ഹായ്. ഇത് വലിയ ഓ ഞാൻ തന്നെ. നിന്റെ സൗണ്ട് കേൾക്കുന്നത് ആരും എക്സൈറ്റഡ് പോലും ആയില്ലല്ലോ. പിന്നെ ഞാൻ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം പറ. എടാ ഇങ്ങനെയാണോ ചെയ്യണം മോബി? അവനെന്ത് വിഷമം, അവനെന്ത് ഹാർട്ട് ബ്രേക്ക് ആയിട്ട് നിൽക്കണം നോക്ക്. ആ പൂച്ച ഉള്ളതാണ് അവന്റെ ഇതാണ് ചോദിക്കണ്ട. നമ്മള് തെറ്റാന്നൊരു മന്ദാരത്തിന് പ്രശ്നമുണ്ടോ? പിന്നെ ഞാൻ എന്തൊക്കെ പറയണ്ട ഇവരോട്? ഈ പൂച്ചയൊന്നും പറ്റില്ല, ഭയങ്കര അലർജിയാണ്. ചന്ദ്രൻ ഇവിടെ ഒരു വലിയ കാര്യം പറഞ്ഞു. കരഞ്ഞു കരഞ്ഞ് എന്റെ മാസ്ക് വരെ നനഞ്ഞു. അത് ഞാനൊരു കാര്യം പറയാൻ വന്നിട്ട് അന്ന് കേട്ടോ അണ്ണ, ഈ കുണ്ണ കല്യാണമാണ് കുറെ നേരം ഇത് പറയാൻ വേണ്ടി നടക്കുന്നത്. ഒരു മിനിറ്റ് ചന്ദ്ര, മന്ദരം ഒന്നും അതെ.
വേറെ ആർക്ക് മനസ്സിലായാലും എനിക്ക് മനസ്സിലാവൂടാ പെണ്ണ് കേസിലുള്ള വിഷമം. അമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര സില്ലി ആയിരിക്കും. ഇവിടോട്ട് ആരും വരരുത്, ഇവിടോട്ട് ആരും വരരുത്. എത്ര കാലം പറയാണെന്നല്ല, എത്ര കാലം. ഇപ്പൊ ഈ ബാസ്കറ്റോടെ നടക്കുന്നത് ആരും കരിയുന്നതാണ്. ഇത് നനഞ്ഞ് പിതിർത്തെടുത്തിട്ടാ പിന്നെ ഇടുന്നത്, അറിയോ? ഒരു മിനിറ്റ്, എന്തായാലും ഒരു മിനിറ്റ്. മെനഞ്ഞാതൊരു അണ്ണ എന്നെ അറിയോ, 2 മാസം മുന്നേ വേറൊരു ഫ്രണ്ടിന് പ്രപ്പോസ് ചെയ്തായിരുന്നേ, കുരുവി. ആ പെണ്ണ് എന്നെ ഇപ്പൊ അച്ഛനാക്കി. ഇപ്പൊ എന്റെ മോളാണ് സിറ്റിയില്. ഞാനത് നിനക്ക് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. പരുന്ത്, കുരുവി, നല്ല മാച്ചില്ലേ ഞങ്ങളുടെ പേരുകൾ തമ്മിൽ. അണ്ണാപ്പ എന്റെ മറ്റേ അമ്മായിച്ചാന്ന് വിളിക്കണ്ടേ. നിന്റെയൊക്കെ അച്ഛാ വിളിക്കുന്നതിന് പേരുണ്ടല്ല, അടി വെട്ടി കടന്നടാ. അമ്മായിച്ച ഞാൻ പരിമോനെ വിളിക്കുന്നത്. തൂറി എറിയുമല്ലോ നിന്റെ അപ്പൊ തന്നെ ഞാൻ. നിന്റെ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞ വിഷമമായിരുന്നു. നിന്റെ ഈ കുണത്തിനാണ് എല്ലാ പെണ്ണുകളും പോകുന്നത്. നമ്മളിച്ചിരി സോഫ്റ്റ് ഹാർട്ടഡ് ആയി. ഞാൻ എന്റെ ബ്രിജു മാത്രമേ ഉള്ളൂ. ഈ പൂച്ചേര് ഇത് മെനഞ്ഞാന്ന് ഏതോ പട്ടിയൊക്കെ വന്നിട്ട് എന്റെ മോനാന്ന് പറയുന്നത്. ഈ വന്ന് പറയുന്നവരൊക്കെ നീ അങ്ങ് ഏറ്റെടുക്കുവാണോ? അണ്ണാ പിന്നെ അവർക്ക് വിഷമാണ്ടോ വിചാരിച്ച് ഞാൻ ഏറ്റെടുക്കും. പെണ്ണൊഴിച്ച് ബാക്കി എല്ലാരും വന്നില്ലേ? കൊച്ചച്ഛൻ, അമ്മായി, ഒരു ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാരും ഏറ്റെടുക്കാനുള്ള കുറെ പേര് വന്നല്ലേ? എല്ലാരും ഏറ്റെടുക്കുകയും ചെയ്ത്. പിന്നെ എല്ലാരും ഏറ്റെടുത്തു. വളരെ നല്ല കാര്യം. ഒരു പട്ടി, 2 പൂച്ച, ഒരു എലിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അങ്ങ് ജീവിച്ച് തീർക്ക്. നിന്നെ ഒന്നും വായിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താടാ? ഒരുത്തന് പട്ടിയുടെ കിഡ്നി, ഒരുത്തന് പൂച്ചയുടെ കിഡ്നി. മനുഷ്യനായിട്ട് സംസാരിക്കുന്ന ആരും ഇല്ലടാ ഇവിടെ. അവൻ പറയണൊന്ന് കേക്കാവോ, ചെവി എടുത്തിരിക്കാൻ വയ്യ. ഭാഗ്യം, ഇതെങ്കിലും ഒന്ന് കേട്ടല്ലോ. ചന്ദ്ര 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 പോലെ ചന്ദ്ര ചന്ദ്ര, എനിക്ക് നിന്നോട് പറയാനുണ്ട്. അണ്ണ എന്റെ തന്നെ പറയാം. ബാഗ് കയറാവോ? ഇതെങ്ങനെ പിടിച്ചു നിൽക്കുന്നേ? അതില് 4 പേർക്ക് പറ്റുള്ളൂ. ആര് പറഞ്ഞു? എടാ, ഞാൻ അരമണിക്കൂറായിട്ട് വണ്ടി കയറാൻ നോക്കുവാണേ. അടുത്തടുത്ത് ചന്ദ്ര വണ്ടി എടുത്തോ. ഇറങ്ങണ മീരിയ വണ്ടിന്ന് വണ്ടിയല്ലേ അന്തരുവേ, ഇറങ്ങണ കുന്നായ വണ്ടിന്ന്. ഇത് വെറുതെ അല്ല. എടാ ചന്ദ്ര, എന്താ പറയാനുള്ളേ? അണ്ണ എനിക്കൊന്നും ചന്ദ്ര, പറയാനില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാഴ്സൽ സൈഡ് ഡ്രോപ്പ് ആയി പോയെ. ഒന്നെടുക്കണേ, അതെ അറിഞ്ഞുപോലില്ല, ചാരിക്കുക. വണ്ടി ഏറുങ്ക നമുക്ക് നമ്മുടെ ഷെയ്ക്കിന്റെ പരിപാടിക്ക് നമുക്ക് ഇതി പോയാലോ? സാബുഗുരുവിന്റെ ചന്ദ്ര ഒന്ന് വെള്ളിട്ടിറങ്ങി വന്നടാ, ഒന്ന് വെള്ളിട്ടിറങ്ങി വന്ന ചന്ദ്ര. അലമാരായിട്ട് പോയി. ആർജൻ ഒരു കാര്യം, ചന്ദ്ര ഒന്ന് വന്നേ. ഇവിടെ ആരും വരല്ലേ? ലീഡർ കോലീഡർ ഡിസ്കഷൻ ആണ്, ആരും വരല്ലേ?